നാട്ടിലെ രുചികളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് റാഗി മിൽക്ക് ഷേക്ക് എന്നോ റാഗി സ്മൂത്തി എന്നോ ഒക്കെ വിളിക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്കാണ്. ധാരാളം അയണും കാൽഷ്യവും ഒക്കെ അടങ്ങിയ ഒരു മില്ലറ്റാണ് റാഗി. അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി സ്മൂത്തി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പോയി സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു മിക്സിംഗ് ബൗളിൽ ഞാൻ ഒരു 4 ടീസ്പൂൺ ഓർഗാനിക് റാഗി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ പൊടിച്ചതോ അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിച്ചതോ ആയിട്ടുള്ള ഏത് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ല ലൂസായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒട്ടും കട്ട കെട്ടി കിടക്കാൻ പാടില്ല കേട്ടോ. ഇനി ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ച് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി പൊടിയുടെ മിക്സ് നമുക്ക് ഈ സോസ് പാനിലേക്ക് ചേർക്കാം. അതിന് കൂടെ തന്നെ നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഒന്നും കൂടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ നമുക്ക് അതിലേക്ക് ചേർക്കാം. റാഗി കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം തന്നെ നമ്മൾ റാഗി കുക്ക് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരിക്കലും കുക്ക് ചെയ്യാൻ പാടില്ല. അത്യാവശ്യം നല്ല വേവുള്ള ഒരു നല്ല കുക്കിംഗ് ടൈം ആവശ്യമുള്ള ഒരു മില്ലറ്റാണ് റാഗി. അപ്പോൾ സ്ലോ കുക്കാണ് നമ്മുടെ റാഗിക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 to 8 മിനിറ്റ്സ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ റാഗി പെർഫെക്റ്റ് ആയിട്ട് കുക്കാകും. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഈ വെള്ളത്തിന് പകരം ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചതിന് പകരം നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അതിപ്പം ഏത് പാലെന്നൊന്നുമില്ല, നോർമൽ നമ്മുടെ പശുവിൻ്റെ പാലോ അതല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് മിൽക്കോ അങ്ങനെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് നമ്മുടെ റാഗിയൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് നല്ല തിക്കായി വരുന്നുണ്ട്. പിന്നെ ചെറിയ കുട്ടികൾക്ക് പോലും ന്യൂ ബോൺ ബേബീസിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാർക്കും ഒക്കെ ഏത് പ്രായത്തിലും ഏത് സമയത്തും ഏത് ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്കാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ മില്ലറ്റുകളിൽ ഏറ്റവും കൂടുതൽ കാൽഷ്യം കണ്ടൻ്റ് ഉള്ള ഒരു മില്ലറ്റാണ് റാഗി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെഗുലർ കൺസംഷൻ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ ഭയങ്കര ബെനഫിഷ്യലാണ്. അതാ നമ്മുടെ റാഗി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ആ ഒരു കളർ ചേഞ്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നല്ലൊരു ഗ്ലേസിങ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റാഗി ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ റാഗി കുക്കായെന്ന് നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എയർ ബബിൾസ് വരും, കാണുന്നില്ലേ? ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എയർ ബബിൾസ് വന്നിങ്ങനെ പൊട്ടുന്ന കാണുന്നില്ലേ? അപ്പം നമ്മുടെ റാഗി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി എന്നാണ് കേട്ടോ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മുടെ റാഗി കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാനിങ്ങനെ മാറ്റി വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കുക്ക് ചെയ്ത പാത്രത്തിൽ തന്നെ വെക്കുമ്പോൾ ആ ഒരു പാത്രത്തിൻ്റെ ചൂടും കൂടെ കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര കട്ടയായിപ്പോൾ. അങ്ങനെ നമ്മൾ ബ്ലെൻഡറിലിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സ്റ്റിൽ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. പിന്നെ ഈ 4 ടീസ്പൂൺ ഞാൻ എടുത്തത് 2 പേർക്കുള്ള അളവിലാണ്. നിങ്ങൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ 2 ടീസ്പൂൺ ഇട്ടാൽ മതി. അപ്പോൾ ഇനി ഒരു നമ്മുടെ ഒരു ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമ്മളൊരു സ്മൂത്തി ജാറിലേക്ക് റോബസ്റ്റ പഴം ആസ് യൂഷ്വൽ റോബസ്റ്റ ഇട്ടു. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സും പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കൊക്കോ പൗഡറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയുന്നത് ഇതിനൊരു ബിറ്റർ ടേസ്റ്റാണ്, പക്ഷേ നമ്മുടെ സ്വീറ്റ്നെസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ചോക്ലേറ്റി ഫ്ലേവർ കിട്ടും. പിന്നെ നമ്മൾ ഇതിലേക്ക് ആസ് യൂഷ്വൽ പാല് ഇടുന്നുണ്ട്. ഞാൻ അമൂലിൻ്റെ ലാക്ടോസ് ഫ്രീ മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പാല് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഈ കൊക്കോ പൗഡർ ഇല്ലാത്തവർക്ക് സിനമൺ പൗഡറോ അല്ലെങ്കിൽ വാനില എസൻസോ അങ്ങനെ അല്ലെങ്കിൽ ഏലക്കയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ആ എടുത്ത് വെച്ചിരുന്നതിൻ്റെ നേർ പകുതി കുക്ക് ചെയ്തിരുന്ന റാഗീൻ്റെ നേർ പകുതി എടുത്ത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. നമ്മുടെ റാഗി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അതാ കണ്ടോ എത്ര ക്രീമി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഒരു ഇതാണെന്നറിയാവോ നമ്മുടെ സ്മൂത്തി.
പിന്നെ ഈ സ്മൂത്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റാഗി സ്മൂത്തി ആണെങ്കിലും ഇതിന് റാഗിയുടേതായിട്ടുള്ള യാതൊരു ടേസ്റ്റും ഇല്ല കേട്ടോ. നമ്മൾ ഒരു മിൽക്ക് ഷേക്കൊക്കെ, ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്കൊക്കെ കുടിക്കുന്ന പോലത്തെ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ നോർമൽ കൊക്കോ പൗഡർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഏലക്ക പൊടിയോ വാനില എസൻസോ അതല്ലെങ്കിൽ സിനമൺ സ്റ്റിക്ക് ഇല്ലേ, അപ്പോൾ അങ്ങനെ എന്ത് വേണമെങ്കിലും അതിന് പകരം യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ നമ്മുടെ ഈ സ്മൂത്തിയിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്നർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ ഷുഗറൊന്നും നമ്മൾ ആഡ് ചെയ്തില്ല, അറിയാലോ. അപ്പോൾ ഇതാ ഞാനിവിടെ പിന്നെ ഒരു നട്ടി ഫ്ലേവറിന് വേണ്ടി മാത്രമല്ല കേട്ടോ, ഈ സീഡ്സിനൊക്കെ അത്യാവശ്യം കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അതിലേക്ക് കുറച്ച് പംകിൻ സീഡും വാട്ടർമെലൺ സീഡും സൺഫ്ലവർ സീഡും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആസ് യൂഷ്വൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇതിലേക്ക് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള, നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള, അതിനേക്കാളൊക്കെ ഉപരി ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എനർജി ബൂസ്റ്റഡ് ഡ്രിങ്കാണ് നമ്മുടെ ഈ റാഗി സ്മൂത്തി എന്ന് പറയുന്നത്. നമ്മളിതിൽ മധുരത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് റോബസ്റ്റ പഴം, ഡേറ്റ്സ്, പിന്നെ നമ്മുടെ റേസിൻസ്, ഉണക്കമുന്തിരി, ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഒരു ജേർണി പറയുകയാണെങ്കിൽ, എക്സസൈസ് പോലും ഇല്ലാതെ ഒരു 5 to 6 വീക്സിൽ 5 കിലോ ഞാൻ കുറച്ച് സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ച ഒരു സ്മൂത്തി എന്ന് പറയുന്നത് ഈ റാഗി സ്മൂത്തിയാണ് കേട്ടോ. ഓഫ് കോഴ്സ് ഞാൻ നമ്മുടെ ഓട്സിൻ്റെ സ്മൂത്തി ഒക്കെ എടുക്കാറുണ്ടായിരുന്നു, പക്ഷേ വീക്കിലി ഒരു 4 days ഞാൻ എടുത്തിരുന്നത്, മസ്റ്റായിട്ട് എടുത്തിരുന്നത് ഈ റാഗി സ്മൂത്തി തന്നെയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഈവൻ ബ്രഞ്ചായിട്ട് പോലും ഒരു മീൽ റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് മീലാണ് നമ്മുടെ ഈ ഒരു റാഗി സ്മൂത്തി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും ഈ പറയുന്ന പോലെ കഴിച്ചാൽ. അതായത് ഞാൻ എക്സസൈസ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞത് നോർമലി ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്, എക്സസൈസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ് കഴിച്ചിട്ടിരുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെയൊന്നും വേണമെന്ന് പറയുന്നില്ല, ഇതിൻ്റെ കൂടെ എക്സസൈസും കൂടെ ചെയ്താൽ കുറച്ചും കൂടി ബെനിഫിറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്.